وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. നമ്മെല്ലാവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊടുക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സർവ്വ നിയമങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കാത്തു സൂക്ഷിച്ച് നല്ല ധർമ്മനിഷ്ഠയുള്ള മുത്തഖീങ്ങളായി ജീവിക്കാനും അങ്ങനെ തന്നെ അല്ലാഹുവിൻ്റെ സന്നിധിയിലെത്താനും എല്ലാവരും പരമാവധി പരിശ്രമിക്കണമെന്ന് വസിയത്ത് ചെയ്യാനും സ്വയം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ പരലോക ജീവിതം ജയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിലായി നാം പ്രധാനമായും ചർച്ച ചെയ്തു വന്നിരുന്നത് മദ്യവും മയക്കുമരുന്നും അതോടൊപ്പം ഖുർആനിൽ എടുത്തു പറഞ്ഞ മൈസിർ, ചൂതാട്ടവും ഈ 2 തിന്മകളെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ 2 തിന്മകളെ സംബന്ധിച്ച് സൂചിപ്പിച്ച ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് 2 തിന്മകളെ കൂടി പരാമർശിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ, അത് രണ്ടോളം നമ്മൾ പറയുന്നത്. തുടർന്ന് പറയുകയാണ് വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിനശ് ശൈത്താൻ. ഖംറും മൈസിറും, മദ്യവും മൈസിറും ചൂതാട്ടവും. പിന്നെ പറയുന്നത് അൻസാബും അസ്ലാമും റിജ്സുൻ മിനശ് ശൈത്താൻ, പൈശാചികമായ ചവിട്ടാണ്. നിങ്ങളത് വർജിക്കുക, നിങ്ങൾ വിജയികളായേക്കാം. എന്താണ് ഈ 3-4 പറഞ്ഞ അൻസാബും അസ്ലാമും? നമ്മൾ ചിലപ്പോൾ നമ്മളെ സാമൂഹ്യ മേഖലയിൽ വേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയും. മറ്റതിനെ പലപ്പോഴും നമ്മൾ ഉണ്ടാവുന്നു. അപ്പം മദ്യവും മയക്കുമരുന്നൊക്കെ ഏറ്റവും അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ
അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും സംസാരങ്ങളും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടും. മറ്റത് അത്ര ഗൗരവത്തോടെ കാണാറില്ല. എന്നാൽ ഒരേ ആയത്തിൽ തന്നെ പറഞ്ഞ മറ്റു രണ്ട് തിന്മകളായ അസില, ഇത് രണ്ടും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആ രണ്ട് തിന്മകളും വരുന്നതിനെ സംബന്ധിച്ച് സൂക്ഷിക്കുകയും ചെയ്യണം. അൻസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠകൾ, ബലിപീഠങ്ങൾ എന്നാണ്. അതിൻ്റെ ആശയാർത്ഥം വന്നില്ല. അസ്ലാം എന്ന് പറഞ്ഞാൽ അമ്പുകളാലുള്ള ഭാഗ്യ പരീക്ഷണമാണ്. എന്താണ് ഈ രണ്ട് തിന്മകളുടെ പ്രത്യേകത? ഒന്നാമതായി അൻസാബിനെ നമുക്ക് വിശദീകരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന്റെ മുമ്പ്, അഥവാ ജാഹിലി കാലഘട്ടത്തിൽ പരിശുദ്ധമായ കാബാലയത്തിന് ചുറ്റും 360 കല്ലുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. എന്തിനാ കല്ലെന്നറിയോ? അവിടെ വഴിപാടായി, നേർച്ചയായി നിശ്ചയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെ ആ കല്ലിന്റെ അടുത്ത് വെച്ച് അറക്കുക. അങ്ങനെ ഒരേർപ്പാട് ദൈവങ്ങൾക്ക് വേണ്ടി. ഇന്ന് കാബാലയം വിഗ്രഹങ്ങളാൽ നിറഞ്ഞ ഒരു ആരാധനാലയമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ലോകത്ത് നിർമ്മിക്കപ്പെട്ട കാബാലയം പിൽക്കാലത്ത് റസൂലുള്ളാഹിയുടെ ആ ഒരു ആരംഭകാലവും അതിൻ്റെ തൊട്ടുമുമ്പുള്ള ജാഹിലി കാലഘട്ടങ്ങളിലൊക്കെ പിന്നീട് അതേ കാബാലയത്തിൽ തന്നെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. ആ വിഗ്രഹങ്ങളുടെ പ്രീതിക്ക് ഇങ്ങനെ ബലിമൃഗങ്ങളെ അറക്കുന്ന ഒരേർപ്പാട്, അതിൽ ഒരു കല്ലുകൾ ഇങ്ങനെ സ്ഥാപിക്കുക. ഓരോ കല്ലിൻ്റെ അടുത്തും പോയിട്ട് അറക്കുക. ഇതെന്തിനാണ്? വിശുദ്ധ ഖുർആൻ ഇപ്പോഴും ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് ഉള്ള ഗ്രന്ഥമാണല്ലോ. അതിലെന്തിനാണ് പരാമർശിക്കുന്നത്? വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഇന്ന് പുതിയ രൂപത്തിലും ഭാവത്തിലും അൻസാബുകൾ കാണാം. ബലിവർപ്പിക്കലും ബലിപീഠങ്ങളും ഒക്കെ കാണാം. നമ്മൾ നോക്കുക, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം അവരിന്ന് ചെയ്യുന്ന ഒരു വലിയ തിന്മയാണ്, ഒരുപാട് അക്രമമാണ്. അവരിൽ മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ചാരങ്ങൾ ഉണ്ടാക്കി, മക്കാമുകൾ ഉണ്ടാക്കി, എന്നിട്ട് അവിടെ പോവുകയും നേർച്ച വഴിപാടുകൾ ചെയ്യുന്നു. കോഴിയെ ഒഴിഞ്ഞിടുക, ആട്ടിനെ ഒഴിഞ്ഞിടുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും മുവഹിദുകളായ ആളുകൾ അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മോചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിലും നാടുകളിലുമൊക്കെയുള്ള ധാരാളം സഹോദരങ്ങൾ ഇത്തരം വലിയ തിന്മകൾ ചെയ്യുന്ന നോക്കുകയാണ്. അൻസാബ് പുതിയ വേർഷൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. എന്താ അടിസ്ഥാനപരമായ കാരണം? അടിസ്ഥാനപരമായ കാരണം അവർക്ക് അമ്മ പോരാന്നുള്ളതാണ്. അതിന് പുറമെ ഇത്തരം ചില ദിവ്യശക്തികൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തി, എന്നിട്ട് അവരുടെ കൂടി പ്രീതിയും അവരുടെ കൂടി സഹായവും ഒക്കെ കിട്ടണം. അവരോട് പ്രാർത്ഥിക്കണം, അവരോട് സഹായം തരണം. അതിനാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മോട് പറയുക, وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. ഒരുപാട് കേട്ട ആയത്തായിരിക്കും. വിഷയബന്ധിതമായി ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. وقال ربكم ادعوني استجب لكم. നിന്റെ രക്ഷിതാവ് പറയുക, നിങ്ങൾ എന്നോട് തേടുകയും എന്നോട് ദുആ ചെയ്യുകയും എന്നോട് ആവശ്യപ്പെടുകയും എന്നോട് പ്രാർത്ഥിക്കുകയും അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അങ്ങനെ എന്നോട് പ്രാർത്ഥിക്കാതെ, എന്നെ ആരാധിക്കാതെ,
ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അഹങ്കാരികളായി കഴിയുന്ന ആളുകൾക്ക് നിന്ദരായി അവർ നാളെ ജഹന്നമിൽ പ്രവേശിക്കും. അല്ലാഹുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുക. നമ്മളെ പുതിയ അൻസാറുകളുടെ പുതിയ രൂപങ്ങൾ, പുതിയ ഭാവങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. ഇന്ന് നമ്മുടെയൊക്കെ ചില വീടുകളിലുണ്ടാവും. ചിലപ്പോൾ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, പള്ളിയിലൊക്കെ വന്ന് ഹുതുബ കേൾക്കുന്ന സഹോദരങ്ങൾ, വീട്ടിലെ സ്ത്രീകൾ, അവര് ഇങ്ങനെ ആവശ്യപ്പെടുന്നു ഒരു നേർച്ചയ്ക്ക് വേണ്ടി അവിടെ വന്ന് പോകാൻ വേണ്ടി. അതൊക്കെ ഒരുപാട് സുഹൃത്തുക്കളോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഖുർആൻ പറയുന്നത് പ്രാർത്ഥന, നേർച്ച, വഴിപാട്, ബലികർമ്മം ഇതൊക്കെ അല്ലാഹ്ക്ക് വേണ്ടിയാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ. സൂറത്തുൽ കൗസറിലെ 3 ആയത്തുകളുള്ളൂ, ചെറിയ സൂറത്താണ്. അതിന് വലിയൊരു ആശയം നമ്മോട് പറയുന്നുണ്ടല്ലോ. ഫസല്ലി ലിറബ്ബിക വൻഹർ. അതിനാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക. അള്ളാഹുവിന് വേണ്ടിയായിരിക്കും നമസ്കാരം. അതുപോലെ തന്നെയാണ് നേർച്ചകൾ, വഴിപാടുകൾ. അപ്പൊ നമ്മൾ നോക്കുക, നമ്മളെല്ലാ ദിവസവും 5 നേരം നമസ്കരിക്കുന്നുണ്ടല്ലോ. നമസ്കരിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവോട് പറയുന്ന ഒരു വർത്തമാനം, ഒരു പ്രതിജ്ഞയും കൂടിയാണ് പ്രാരംഭ പ്രാർത്ഥന ചെലുത്തില്ലേ. എല്ലാവരും 5 നേരവും നിർബന്ധമായല്ല അത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഖുർആനിന്റെ ഒരു വചനമാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ നിന്ന് അല്ലാഹു അക്ബർ എന്ന അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി കൈകെട്ടി ഉടനെ നമ്മൾ അല്ലാഹുവോട് പറയുന്നത്, ഞാനിതാ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എന്റെ നമസ്കാരം, എന്റെ കർമ്മങ്ങൾ, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതവും, എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാം. ലാ ശരീക ലഹു, അത്തരം കർമ്മങ്ങൾ മറ്റൊരാൾക്ക് അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ലാ ശരീക ലഹു, അതിനൊരു പങ്കുകാരെ ഞാൻ ഉണ്ടാക്കുകയില്ല. വബിദാലിക ഉമിർതു, ഞാൻ അതിനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅന അവ്വലുൽ മുസ്ലിമീൻ, വഅന അവ്വലുൽ മുസ്ലിമീൻ. എല്ലാ ദിവസവും 5 നേരം നമ്മൾ അല്ലാഹുവോട് പറയുക, അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നേരിട്ട് അല്ലാഹുവോട് പറയുക, അല്ലാഹുവേ വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരത്തെ പിന്നീട് വേറെ കൊടുക്കുന്നത്. നമ്മൾ ചാറങ്ങളിലേക്ക് പോകുന്നത്, മക്കാമുകളിലേക്ക് പോകുന്നത്. അവിടെ പോയി, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ പണ്ട് ഇപ്പോഴാവുന്നില്ല, ആട്ടിനെയൊക്കെ ഈ കുറച്ച് പ്രായം ചെന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം. നമ്മുടെ അങ്ങാടികളിലൂടെയൊക്കെ ചില ആടുകൾ ഇങ്ങനെ നടക്കുമായിരുന്നു. അവരിങ്ങനെ അനാദിപീടിയിൽ കഴിച്ച് അരിയൊക്കെ തിന്നാലും തെളിക്കൂല. കാരണം എന്താണെന്നറിയോ? ഇത് നേർച്ചയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമുക്കറിയാം. ഒരു 19 വയസ്സുള്ള ആളുകളൊക്കെ ചോദിച്ചു നോക്കാം. ഒക്കെ വ്യാപകമായിരുന്നു. ഇതികളുടെ ശക്തമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് നമ്മൾ ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് അൻസാബുകളുടെ പുതിയ രൂപമാണിത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു ജിസ്മുൻ മിൻ അമലി ശൈത്താൻ, പൈശാചികമാണ്, മ്ലേച്ഛമായ പ്രവർത്തനമാണ്. എന്താണ് അസ്ലാം? അമ്പുകളാലുള്ള ഭാഗ്യപരീക്ഷണം. ഇതും ഒരു സംഭവം പറയാം. ജാഹിലി കാലഘട്ടത്തിൽ അറബികളുടെ ഇടയിലുള്ള ഒരു പതിവ് സമ്പ്രദായമുണ്ട്. അവരൊരു യാത്ര ഉദ്ദേശിച്ച അവിടത്തേക്കൊന്നും യാത്രയില്ല. ഒരു കച്ചവടത്തിനൊക്കെ ഷാമിലേക്കും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യും. നമ്മൾ സുഖയിലേക്കൊക്കെ യാത്ര ചെയ്ത് പണ്ട് മദ്രസയിലൊക്കെ പിടിച്ചിട്ടില്ല. അതുപോലെ അവരൊരു യാത്ര ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അവരൊരു ഒരു കച്ചവടം ഉദ്ദേശിച്ചാൽ, ഇനി ഒന്ന് വിവാഹം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാൽ, അവരുടെ ഇടയിൽ ഒരു ഏർപ്പാടുണ്ട്. അത് പറ്റുമോ? ഈ യാത്ര എനിക്ക് നന്നാവുമോ?
ഈ വിവാഹം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇവള് അല്ലെങ്കിൽ ഇവൻ നല്ല ഒരു ഭാര്യയോ ഭർത്താവോ ആവുമോ? അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകുമോ, ലാഭം ഉണ്ടാകുമോ, നഷ്ടം ഉണ്ടാകുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അവർ ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ആദ്യം ചെയ്യുക. ഒരു 3 അമ്പുകൾ എടുക്കും, 3 കോലുകൾ. എന്നിട്ട് ആ 3 കോലെടുത്ത് കുലുക്കും. എന്നിട്ട് കുലുക്കിയിട്ട് ഈ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോട് ഇതിൽ നിന്ന് എടുക്കാൻ പറയും. ആ 3 പേരും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നില് എൻ്റെ രക്ഷിതാവ്, ഒന്നുമല്ല അത് രേഖപ്പെടുത്തിയത് ഇതായിരിക്കും, എൻ്റെ രക്ഷിതാവ് എനിക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു. മറ്റൊന്നില്, രണ്ടാമത്തതിൽ എൻ്റെ രക്ഷിതാവ് എന്നെ വിലക്കിയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടാവില്ല. മൂന്നാമത്തേൽ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ 3 അമ്പിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുക്കും. ഒന്നാമത്തേതാ കിട്ടിയെന്ന് വെച്ചാൽ മൂപ്പർ ഉദ്ദേശിച്ച കാര്യം നടക്കും, എൻ്റെ രക്ഷിതാവ് എനിക്ക് അനുവദിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പരിപാടി ഒഴിവാക്കിയത്, കച്ചവടം നിർത്തിക്കളി, യാത്ര നിർത്തിക്കളി, എല്ലാം നിർത്തിക്കളി. മൂന്നാമത്തേതാ കിട്ടിയെച്ചാൽ, ഒന്നും എഴുതാത്ത കിട്ടിയെച്ചാൽ വീണ്ടും നടക്കും. ഈ ഒരു ഏർപ്പാടാണ് അറബികളുടെ. ഇതിനാണ്, ഈ ഭാഗ്യപരീക്ഷണത്തിനാണ് അസ്ലാം എന്ന ഖുർആൻ പരാമർശിക്കുന്നത്. ലൻസാഹു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ. അസ്ലാമിന്റെ പുതിയ രൂപങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പുതിയ രൂപങ്ങളിൽ നിന്ന് നറുക്കെടുത്ത് നോക്കുക, രാശി വെച്ച് നോക്കുക, അല്ലെ, കൈനോട്ടം. എന്തിനാണ് നമ്മുടെ ഈ ചന്തകളിലൊക്കെ, അങ്ങാടികളിലൊക്കെ, ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ പോയിട്ട് വിശ്വാസികളായ ആളുകൾ പോലും കൈയാട്ടി കൊടുക്കുന്നത്? അല്ലേ? പ്രശ്നം വെച്ച് നോക്കുക, കറുടിയെത്തിയൊക്കെ ഇത് പറ്റിയ ചെയ്യാൻ പോവാ. ഇല്ലെങ്കിൽ വലിയ മഹാന്മാരെന്ന് പറയുന്ന, ഭാവി പ്രവചിക്കുവാൻ കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ച് നമ്മെ ചൂഷണം ചെയ്യുന്ന കുറെ പുരോഹിതന്മാരുണ്ട് ഈ ഭൂമിയിൽ. ആ പുരോഹിതന്മാരെടുത്ത് പോയിട്ട് ഞാനിതാ കച്ചവടം ചെയ്യാൻ പോവുക, നിങ്ങളൊന്ന് മൂപ്പരൊന്ന് അതിനെ സംബന്ധിച്ചൊക്കെ നോക്കി ചെയ്തോളൂ എന്നാ ഉദ്ദേശിച്ചു. ഇനി മൂപ്പർ നോക്കി അത് ലേശം വിഷമമുള്ള, ഞങ്ങളിപ്പോൾ ഇതങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പര് ഭാഗമൊക്കെ പോവുക, യാത്ര മുടക്കും, വിവാഹം മുടക്കും. അല്ലേ? അങ്ങനെയാണല്ലോ വിവാഹം മുടക്കുന്ന ഒരുപാട് കാര്യങ്ങള്. ചില നക്ഷത്രങ്ങളിൽ വന്ന ആളുകൾ, ആ നക്ഷത്രത്തിന്റെ ആളുകൾക്ക് ഇന്ന ആഴ്ച ഇന്ന കാര്യം കുഴപ്പമാണ്. ഇത്ര വിവാഹങ്ങൾ ചെയ്യാത്ത ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയോ ഇതുമായി ബന്ധപ്പെട്ട്? അല്ലെ? അതുപോലെ പല രൂപത്തിലും ഈ ആളുകളുടെ അടുത്ത് പോയിട്ട്, ഈ ഭാവി പ്രവചനക്കാരുടെ അടുത്ത് പോയിട്ട് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഈ അന്ധവിശ്വാസം കൈക്കൊള്ളുക. ഈ കാലഘട്ടത്തിൽ ഇത് ഇസ്ലാം ശക്തമായി എതിർക്കുകയാണ്. ഇതൊന്നും ആർക്കും ഒരവകാശമില്ല. ആർക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അദൃശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. ഖണ്ഡിതമാണ് ഇസ്ലാമിന്റെ ആ കാഴ്ചപ്പാട്. ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ പറയുന്നത് ഏത് പുരോഹിതങ്ങൾ എടുത്തു നോക്കോ, ചിലപ്പോൾ പെരച്ചൻ അടിച്ച് ചേർന്ന് ഒത്തുപോയിട്ടുണ്ടാകും. അത് പിന്നെ നാട്ടിലങ്ങനെ വ്യാപകമാണ്. എന്നിട്ട് മൂപ്പരെടുത്ത് പോയിട്ട് പെണ്ണ് കെട്ടണം, അല്ലേ? നഹസ് നോക്കുന്ന ആളെ ഏർപ്പാടിപ്പോവും നമ്മുടെ ഇടയില്ലേ. കല്യാണം നിശ്ചയിക്കുമ്പോൾ പറയില്ലേ, അതും കഴിഞ്ഞോട്ടെ, സഫർ 10 കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ, ഞാൻ കേട്ടോ എനിക്ക് ഓർമ്മ. സഫർ 10 കഴിഞ്ഞോട്ടെ എന്നിട്ടാക്കി നിൽക്കാം. എന്ത് സഫർ 10 എന്താ? മുഹറമിന്റെ പോലും പവിത്രമാക്കപ്പെട്ട മാസം പോലും നഹസാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൂടണ്ട അന്ന് പറഞ്ഞ ആളുകളില്ലേ, ഇന്നും പറയുന്നില്ലേ? അന്ന് വീട്ടിൽ കൂടുതൽ വേണ്ട, അന്ന് കുറ്റിയേൽപ്പിക്കണ്ട. എന്തെല്ലാം ഏർപ്പാടുകളാണ് നമ്മുടെ സമൂഹത്തിൽ. എങ്ങനെയൊക്കെയാണ് നമ്മളെ സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്നത്. എന്തെല്ലാം അന്ധവിശ്വാസത്തിലാണ് ഈ അല്ലേ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിൽ പോലും നമ്മളെ സമൂഹം വെച്ച് പുലർത്തുന്നത്. എന്തെല്ലോ മറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്ന ഖുർആന്റെ ഖണ്ഡിതമായ ഒരു പ്രസ്താവനയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണ് പറയാം, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. നബിയെ പറ, ഈ ലോകത്തോടൊന്ന് പ്രഖ്യാപിച്ചോ, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള ഒരാൾക്കും തന്നെ, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും തന്നെ അദൃശ്യകാര്യം അറിയില്ല. അത് വെച്ച് വെയ്യണ്ട പോണ്ടേക്ക്. എന്നിട്ട് അതിന്റെ വല്ല എന്തൊക്കെ നഷ്ടങ്ങളാ വരുന്നത്. ഒരു വലിയൊരു വീടെടുത്ത്, വളരെ മനോഹരമായ ഒരു വീട്, ആ വീട് മനോഹരമായി
വളരെ ഭംഗിയുള്ളൊരു വീടാണ്. അങ്ങനെ ഏതോ ഒരു കണക്കുകാരൻ്റെ അടുത്ത് പോയി ഈ വിശ്വാസി, ഒരു മുസ്ലിം, അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഈ സൈഡിൽ ഇന്നൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണമെന്ന്. ആകെ ഷേപ്പ് മാറ്റി ഇപ്പൊ അത് ചെന്ന് നോക്കിയാൽ വികൃതമാണ്. ഇങ്ങനെ എത്രയോ ചൂഷണങ്ങൾക്ക് അല്ലാതെ മറ്റൊരാൾക്കും ഗൈബ് അറിയില്ല, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല. സൂറത്തുൽ ഖുർആൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇതൊക്കെ ഖുർആനാ പ്രിയപ്പെട്ടവരെ. ഈ ഒരു വളച്ച് ഖുർആനിന്റെ നേർവായന എത്ര മനോഹരാണെന്നറിയോ നിങ്ങൾ? ഇതിനെ വളച്ചൊടിച്ച് വികൃതമാക്കിയിട്ടാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ഈ ലോകാവസാനത്തിന്റെ അറിവ് അല്ലാഹു നിശ്ചയിച്ചതാണ്. എപ്പോഴൊന്നും ആർക്കും പറയാൻ പറ്റില്ല, ഒരു ശാസ്ത്രത്തിനും ഇന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. വയനസ്സിലുൽ ഗൈസ, അവൻ മഴ വർഷിപ്പിക്കുന്നു. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രത്തിലുള്ളതിനെ സംബന്ധിച്ചും അതിന്റെ അവസ്ഥാവിശേഷങ്ങളെ സംബന്ധിച്ചും അറിയുന്നവരും അവനാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, ഒരാളും നാളെ അവൻ എന്താ പ്രവർത്തിക്കാന്ന് അറിയില്ല. നാളെ ഞാൻ എന്താ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ പിന്നീട് ചെയ്യാതെ പോവുകയല്ലേ. നാളെ ഏതൊരു ഭൂമിയിൽ വെച്ചാ മരിച്ചു വീഴുക എന്ന് ഒരാൾക്കും തന്നെ പറയാൻ പറ്റില്ല. എവിടുന്നാ മരിക്കാന്ന് ആർക്ക് പറയാ? എത്ര സഹോദരങ്ങളാ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലേ? വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അങ്ങനെയാണ്. അടുത്തൊരു സുഹൃത്ത് 11 മണിവരെ വീട്ടിലുണ്ടായിരുന്നു. 11:08 മരിച്ചു പോയി. അങ്ങാടിയിൽ കച്ചവടം ചെയ്ത് നല്ല പരിചയമുള്ളത് രണ്ടാൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇശാ നമസ്കരിച്ച് പോയി വീട്ടിൽ മരിച്ചു പോയില്ല. എപ്പോഴാ എങ്ങനെയാ? ഒരാൾക്കും അറിയില്ല അവനെവിടെ വെച്ചാ എങ്ങനെയാ മരിക്കാൻ തോന്നുന്നു. എല്ലാം അലീമുൻ ഖബീർ, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ. അള്ളാഹുവാണ് സൂക്ഷ്മജ്ഞാൻ. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അത് നടക്കുമോ ഇല്ലയോ എന്നറിയാൻ അവനെന്താ ചെയ്യേണ്ടത്? രാശി വെക്കണോ? ജ്യോത്സ്യനെ കാണണോ? ദിവ്യന്റെ അടുത്ത് പോകണോ? പക്ഷിശാസ്ത്രം നോക്കണോ? കൈനോട്ടക്കാരൻ്റെ അടുത്ത് കാണണോ? ഭാവി പ്രവചനക്കാരായ പുരോഹിതന്മാരുടെ അടുത്ത് പോണോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ ഇതൊന്നും വേണ്ട, ഇതൊന്നും നിങ്ങൾ പോകണ്ട. ഒരാൾ ഒരു കാര്യത്തിൽ പ്രവേശിക്കുന്നത് നന്നായിരിക്കുമോ ഇല്ലേ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അതിനാൽ അവൻ എന്ത് ചെയ്യട്ടെ? ഇസ്തിഖാറത്ത് ചെയ്യട്ടെ. എന്താ ചെയ്യേണ്ടത്? ഇസ്തിഖാറത്ത്. എന്താ ഇസ്തിഖാറത്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ശരിക്കും ബോധ്യപ്പെടുത്തുന്നു. അനസ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന അൽ-ഇസ്തിഖാറത ഫിൽ ഉമൂരി കുല്ലിഹാ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഇസ്തിഖാറത്തെ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കും പോലെ ഞങ്ങളെ ഇസ്തിഖാറത്തെ പഠിപ്പിക്കുമായിരുന്നു. ഇസ്തിഖാറത്തെ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു ഖുത്ബയിലൂടെ പഠിക്കാൻ കഴിയണമെന്നില്ല, പക്ഷെ അത് പഠിക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്താണ് യഖൂലു? റസൂൽ പറയുക, ഇദാഹും അഹദുക്കും ബിൽ അംരി ഫൽയർക റകഅതൻ മിൻ ഗൈരി ഫരീളത്തി സുമ്മ യഖൂൽ. ഒരാളൊരു കാര്യം ഉദ്ദേശിച്ചാൽ, ഞാൻ ഒരു വിവാഹം ആലോചനാർത്ഥം പോവാം, എൻ്റെ മകൾക്ക് വേണ്ടി അല്ല എൻ്റെ മകന് വേണ്ടി, അല്ലെ ഞാൻ കല്യാണം കഴിക്കാൻ ഒരാൾ, നിങ്ങളുടെ ഒരാൾ ചെറുപ്പക്കാരൻ, അല്ലെ ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുക, ഒരു വീട് കച്ചവടം ചെയ്യാൻ പോവുക, ഒരു പറമ്പ് വാങ്ങാൻ പോവുക, ഒരു വീട് നിർമ്മിക്കാൻ പോവുക, ഗൾഫ് ഒരു വിസയിലേക്ക് ഒരു പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുക. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫർള് നമസ്കാരമല്ലാത്ത 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. എന്നിട്ടോ സുമ്മൽ യഖുൽ,
എന്നിട്ടോ പറയുക, നിസ്കരിച്ചിട്ട് പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക. കുറച്ച് നീണ്ട ദുആ. വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, നിന്റെ അറിവ് കൊണ്ട് ഗുണകരമായതിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹ്ക്കാണല്ലോ ഗുണവും ദോഷവും ഒക്കെ അറിയാൻ കഴിയുക. വഅസ്തഖ്ദിറുക ബിഖദ്രിക, അതുപോലെ തന്നെ നിന്റെ കഴിവ് നിമിത്തം ഞാൻ നിന്നോട് കഴിവ് ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം, നിന്റെ മഹത്തായ അനുഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിറു വലാ യുഖ്ദറു, നീയാണെല്ലാം കഴിയുന്നവൻ, എനിക്കൊന്നും കഴിയില്ല. വതഅലമു വലാ അഅലം, നീയാണ് അറിയുന്നവൻ, എനിക്കറിയില്ല. എനിക്ക് ഭാവി എന്താ, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്താ സംഭവിക്കാൻ എനിക്കറിയില്ല, നിനക്കാണ് അറിയാൻ കഴിയുന്നത്. വഅൻത അല്ലാമുൽ ഗുയൂബ്, നീയാണ് അദൃശ്യ കാര്യം അറിയുന്നവൻ. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه. അല്ലാഹുവേ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാനിതാ ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു യാത്ര പോവുക. ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഗുണകരമാണ് എന്നാണ് നിനക്ക് നിന്റെ അറിവ് എങ്കിൽ എൻ്റെ മതത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭാവിയിലും എനിക്ക് നീ അതിന് നന്മ നൽകണമേ. പിന്നെ എനിക്കതിൽ നീ ബർക്കത്ത് നൽകണേ. ഒരു കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ ചെന്ന് ചെയ്യേണ്ട കാര്യമാണ്. اللهم إن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه. ഇനി അതൊരു മോശമാണെങ്കിൽ നിനക്കാണല്ലോ അറിയാവുന്നത്, എൻ്റെ മതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാവിയിൽ, എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിൽ അത് ദോഷമാണ് എങ്കിൽ അതിൽ നിന്ന് എന്നെ നീ പിന്തിരിപ്പിക്കണമേ. ഈ പ്രാർത്ഥനയല്ല. എന്നിട്ട് അവസാനമായി പറയുക അള്ളാഹുവോട്, ഇതിൽ എനിക്ക് തൃപ്തി നൽകുകയും എല്ലാ നന്മകളും എനിക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹ്. ഈ പ്രാർത്ഥന ഒന്ന് പഠിച്ചോളിയല്ലായിരുന്നു. പഠിക്കാൻ ഒരുപാട് സംവിധാനമുണ്ടല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എന്താണ് ഒരു കോപ്പി എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എല്ലാവർക്കും കൊടുക്കാം. ഇത്ര വളർത്തോളം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു കാര്യം തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം ഹയറാകാം, അതിൽ നിന്ന് നമുക്ക് നല്ലത് തോന്നിച്ചു തരാം. രണ്ടരക്കാലത്ത് നമസ്കരിച്ച് പള്ളല്ലാത്ത നമസ്കരിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെയൊക്കെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിൽ ഫലങ്ങൾ വെക്കുക. അള്ളാഹു ഒരിക്കലേക്ക് മാറട്ടെ, തൗഫീഖ് മാറട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മനുഷ്യരായി കഴിയണമെന്ന് എന്നോടും നിങ്ങളുടെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വിഷയത്തെ അള്ളാഹുവിൻ്റെ ഒരു വചനത്തിലൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സൂറത്ത് തൗബയിൽ എന്ന് പറയുകയാണ്, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പറയുക, അള്ളാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഒന്നും ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ആയതിനാൽ സത്യവിശ്വാസികൾ ഫലമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിലാണ്. ഈ ആയത്ത് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള വചനമാണ്. അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം, അതേ സംഭവിക്കുന്നു. പിന്നെ അതിൽ ഇസ്തിഖാറത്ത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ആ അറിവിനനുസരിച്ച് ആ കാര്യങ്ങളിലേക്ക് പോകണോ പോകണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്.
സത്യവിശ്വാസികൾ എല്ലാം അള്ളാഹുവിനെ പരിപാലിക്കുക. അൻസാബ്, അസ്ലാമ് പോലെയുള്ള പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും അറിയപ്പെടുന്ന അദൃശ്യജ്ഞാനത്തിൽ ഒരുപാട് ആളുകൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി എവിടെയും പോയി ചാടി ചൂഷണത്തിന് വിധേയമായി സമ്പത്തും പോയി, ജീവിതവും പോയി, കച്ചവടവും പോയി, എല്ലാം പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് അവസാനം അവരുടെ വിശ്വാസവും പോയി, അന്തിമമായി അവരുടെ പരലോകവും പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല മോഹനയുള്ള അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുക, നല്ല മുത്തഖീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക, നല്ല മുഅ്മിനുകളായി ജീവിക്കാൻ ശ്രമിക്കുക, നല്ല മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമെന്ന് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക.